ഹലോ ഓൾ. അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, കഴിഞ്ഞ ദിവസം നമുക്ക് SSC CHSL SSCയുടെ +2 ലെവൽ പരീക്ഷയുടെ ടയർ 1 റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. SSCൻ്റെ വെബ്സൈറ്റ് ssc.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നമ്മുടെ SSCൻ്റെ CHSL റിസൾട്ട് കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ കട്ട് ഓഫ് ഡീറ്റെയിൽസും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആരൊക്കെ ക്വാളിഫൈ ആയിട്ടുണ്ട്, എത്ര ആളുകൾ ക്വാളിഫൈ ആയിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസും കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ നോട്ടിഫിക്കേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഒന്ന് വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം CHSLൻ്റെ ടയർ 2 പ്രിപ്പയർ ചെയ്യുന്ന ആളുകളും അതുപോലെ തന്നെ ഭാവിയിൽ CHSL എഴുതാൻ പോകുന്ന ആളുകളും ഒന്ന് കണ്ടോളാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കട്ട് ഓഫിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇത്തവണ നിങ്ങൾക്കറിയാം വേക്കൻസി ഉണ്ടായിരുന്നത് 3712 ആണ്. ഓക്കെ, 3712 വേക്കൻസിയാണ് ഇത്തവണ ഉണ്ടായിരുന്നത്. അത് തന്നെ ഓരോ കാറ്റഗറിക്ക് അനുസരിച്ചുള്ള കട്ട് ഓഫ് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ അൺറിസർവ്ഡ് കാറ്റഗറിക്കുള്ളത് 157 മാർക്കാണ്. നിങ്ങൾ മനസ്സിലാക്കണം, കഴിഞ്ഞ വർഷം വേക്കൻസി ഇത്രത്തോളം ഇതിലും കുറവായിരുന്നെങ്കിൽ പോലും URൻ്റെ കട്ട് ഓഫ് 150 റേഞ്ചിലേക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇത്തവണ അത് കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തേനെക്കാട്ടും കട്ട് ഓഫ് കൂടുതലാണ്. വേക്കൻസി കൂടിയിട്ടും എന്തുകൊണ്ട് കട്ട് ഓഫ് കൂടി എന്ന് ചോദിക്കുന്ന സമയത്ത് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എക്സാം വളരെ ഈസി ആയിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ മനസ്സിലായത് വളരെ ഈസി ആയിട്ടാണ് CHSLൻ്റെ എക്സാം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് കൂടിയിട്ടുണ്ട്. ഇനി എല്ലാ കാറ്റഗറിക്കും കട്ട് ഓഫിൽ ഇൻക്രീസ് ഉണ്ട്. അപ്പോൾ SC കാൻഡിഡേറ്റിന് 139 140 അടുത്താണ് കട്ട് ഓഫ് വന്നത്. ST കാൻഡിഡേറ്റ്സിന് 129 അടുത്തുള്ള കട്ട് ഓഫ് വന്നിട്ടുണ്ട്. OBC കാൻഡിഡേറ്റ്സിന് 186 തന്നെയാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ഏതാണ്ട് ജനറലിൻ്റെ അതേ കട്ട് ഓഫ് തന്നെയാണ്. ഒരു ചെറിയ മാർക്കിൻ്റെ വ്യത്യാസം മാത്രമാണ് OBCയും URും തമ്മിലുള്ളത്. ഓക്കെ, അപ്പോൾ കട്ട് ഓഫ് ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏതാണോ ആവശ്യമുള്ളത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് മനസ്സിലാക്കിക്കോളാം. ഇനി ഇവിടെ കാൻഡിഡേറ്റ്സ് അവൈലബിൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് എത്ര കാൻഡിഡേറ്റ്സ് ആണ് ഈ UR എന്ന് ഈ കട്ട് ഓഫിൽ ക്വാളിഫൈ ആയിട്ടുള്ളതെന്നാണ്. അങ്ങനെ ഇവിടെ ടോട്ടലി 39,000 ആളുകൾ ക്വാളിഫൈ ആയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമുക്കറിയാം സാധാരണയായിട്ട് എത്രയാണോ വേക്കൻസി അതേ ഇൻറ്റു 9 ടൈംസ് ആണ് പൊതുവെ ആളുകളെ എടുക്കാറുള്ളത് ടയർ 1 എക്സാമിന് കഴിഞ്ഞാൽ. അപ്പോൾ ഇത്തവണ അതിൽ ചെറിയ വേരിയേഷൻ ഉണ്ട്. 3700 എന്ന് പറയുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഒരു 35,000 35K കാൻഡിഡേറ്റ്സിനെ ആയിരുന്നെങ്കിൽ, പക്ഷേ അങ്ങനെയല്ല, 39,000 വരെ കാൻഡിഡേറ്റ്സിനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇല്ലായിരുന്നെങ്കിൽ കട്ട് ഓഫ് കുറച്ചും കൂടെ കൂടിയേനെ എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, എന്തായാലും ആളുകളെ കൂടുതൽ എടുത്തത് കട്ട് ഓഫ് കുറയുന്നതിന് കാരണമായിട്ടുണ്ട്. അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നു. ഈ 35Kയിലാണ് ആളുകളെ എടുത്തതെന്നുണ്ടെങ്കിൽ എന്തായാലും കട്ട് ഓഫ് കുറച്ചും കൂടെ കൂടുതലായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ കട്ട് ഓഫ് കുറവാണ്. നമുക്ക് നോർമലി പ്രതീക്ഷിച്ചതിനെക്കാട്ടും കുറവാണെന്ന് തന്നെ പറയാം. നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് ഒരു 160 റേഞ്ചിലുള്ള കട്ട് ഓഫ് ആയിരുന്നു. ഒരു 3 മാർക്കിൻ്റെ കുറവുണ്ട്. അതിൻ്റെ കാരണം ഇതാണ്, ഇൻറ്റു 9 എന്ന് പറയുന്ന ഒരു ഫാക്ടറല്ല ഇവിടെ ഉള്ളത്. കുറച്ചും കൂടെ അധികം ആളുകളെ നമ്മളെ കട്ട് ഓഫിൽ നമ്മളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി ടയർ 2 എക്സാം ഡേറ്റ് ആണ് വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഇനി ക്വാളിഫൈ ആയിട്ടുള്ള ആളുകൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ക്വാളിഫൈ ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ള ലിസ്റ്റ് നിങ്ങൾക്ക് എടുത്ത് നോക്കാം. ആ ലിസ്റ്റിൽ നിങ്ങളെ പേര് അല്ലെങ്കിൽ നിങ്ങളെ രജിസ്റ്റർ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ടയർ 2 വേണ്ടിയിട്ട് ക്വാളിഫൈഡ് ആണ്. ഇനി അങ്ങനെ ലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ദിശ അക്കാദമിൻ്റെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. ടെലഗ്രാം ചാനലിൽ നമ്മളെല്ലാം ഇതുപോലത്തെ എല്ലാ റിസൾട്ട്സും ഷെയർ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ചാനലിൽ തന്നെ എല്ലാ നോട്ടിഫിക്കേഷൻസും അതുപോലെ തന്നെ റിസൾട്ടുകളും ഈവൻ ക്ലാസ്സുകളും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളെ ചാനലിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന തരത്തിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മളെ യൂട്യൂബ് ചാനലിൽ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും ആ വീഡിയോസൊക്കെ ഉപകാരമാക്കി എടുക്കുക. ഇനി ഷെഡ്യൂൾ ടയർ 2 ടയർ 2 എന്നാണെന്നുള്ളത് അനൗൺസ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് ഒരു ഡിസംബർ ജനുവരി സമയത്തോടെയൊക്കെ പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. എന്തായാലും CGL എക്സാമിന് മുമ്പായിട്ട് തന്നെ CGLൻ്റെ മെയിൻസ് എക്സാമിന്, അതായത് CGLൻ്റെ ടയർ 2 മുമ്പായിട്ട് തന്നെ CHSLൻ്റെ ടയർ 2 ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഒരു നവംബർ ഡിസംബർ അല്ലെങ്കിൽ ജനുവരി ആ ഒരു സമയത്തിൽ തന്നെ നമുക്ക് CHSLൻ്റെ എക്സാം അതിന് മുമ്പ് തന്നെ പ്രതീക്ഷിക്കാമെന്നാണ് വിചാരിക്കുന്നത്. വലിയ ലാഗും പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ. ഇപ്പോൾ GD എക്സാമിന് ഒരു 7 ദിവസത്തെ ലാഗ് വന്നിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ലാഗുകളൊന്നും വലിയ കാര്യമായിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ തന്നെ CHSLൻ്റെ എക്സാം നടക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ലാഗ് വന്നാൽ പോലും ഡിസംബറിന് മുമ്പായിട്ട് തന്നെ എക്സാം നടക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഏറ്റവും നന്നായിട്ട് പഠിച്ചോളാം. നമ്മുടെ വീഡിയോസൊക്കെ ഉപയോഗപ്പെടുത്തുക. നമ്മുടെ ചാനലുകളിൽ ജോയിൻ ചെയ്യുക. അവിടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ഒരുപാട് കണ്ടന്റുകൾ എക്സാമിന് വേണ്ടിയുള്ള കണ്ടന്റുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഉപയോഗിച്ച് തീർച്ചയായിട്ടും ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി പുതിയതായിട്ട് പഠിക്കുന്ന ആളുകളാണ്, നിങ്ങൾക്ക് അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് ഉപകാരമാക്കി എടുക്കുക. ഇനി അതല്ല നിങ്ങൾക്ക് കോഴ്സുകൾ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ കോഴ്സുകളുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഈ ഒരു നമ്പറിൽ 807575
3676. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ദിശ അക്കാദമിൻ്റെ നമ്പറാണ്. ഇതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതിന് വേണ്ട കോഴ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കുക, കോൺടാക്ട് ചെയ്യുക, നമ്മളെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക. അടുത്ത എക്സാമിന് ലിസ്റ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ആ ലിസ്റ്റിൽ ഉണ്ടാവണം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.